ഹായ് ഓൾ വെൽക്കം ടു മൈ ക്ലാസ്. അപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് 10th പ്രിലിംസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് ആണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങൾ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നമ്മൾ എടുക്കുന്നത്. ഓൾറെഡി നമ്മൾ ഈ ടോപ്പിക്ക് തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ആറ്റിങ്ങൽ കലാപം ഒക്കെ നമ്മളതിൽ പറഞ്ഞു പോയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് കുറിച്യർ കലാപത്തെ പറ്റിയാണ് കേട്ടോ. കുറിച്യർ കലാപത്തെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. അതേപോലെ തന്നെ നമ്മളിടുന്ന വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറിച്യർ കലാപം നടന്ന വർഷം ഏതാണെന്ന് നോട്ട് ചെയ്യുക. 1812 ആണ് കുറിച്യർ കലാപം നടന്ന വർഷം. കുറിച്യർ കലാപം നടന്ന വർഷം 1812 ആണ് നമ്മളെ കുറിച്യർ കലാപം നടന്ന വർഷം വരുന്നത്. അപ്പോൾ നമ്മൾ വർഷം ഏതാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, നമുക്ക് ഇതിനായിട്ടുള്ള റീസൺ എന്താണെന്ന് നോക്കാം. കുറിച്യർ കലാപം നടക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ അധിക നികുതി ചുമത്തിയതും അതുപോലെ തന്നെ നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചതും നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുകയും ചെയ്തു. അപ്പോൾ ഇതിനൊക്കെ എതിരായിട്ടാണ് കുറിച്യർ കലാപം വരുന്നത്. എന്താണ് കാരണങ്ങളാണ് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ, അറിഞ്ഞിരിക്കണം കേട്ടോ. പിന്നെ ഇതിന് നേതൃത്വം നൽകിയത് ആരാണെന്നൊരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ അത് വരുന്നത് രാമനമ്പിയാണ്. അതായത് കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണെന്ന് ഒരു ക്വസ്റ്റ്യൻ കാണാം. അപ്പോൾ ആരാണെന്ന് ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അത് ആരാണ് പറയുന്നത്? രാമനമ്പിയാണ് കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി. ഓക്കെ, അതേപോലെ തന്നെ കുറിച്യർ കലാപത്തിൻ്റെ നേതാവ് ആരാണെന്ന് ക്വസ്റ്റ്യൻ കണ്ടാലും നമുക്ക് എന്ത് പറയാം? രാമനമ്പി എന്ന് നമുക്ക് പറയാം. നേതാവ് ചോദിച്ചാലും എന്ത് പറയാം? രാമനമ്പി എന്ന് പറയാം. ഇനി ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപമാണ് ഏത്? കുറിച്യർ കലാപം. അപ്പോൾ ക്വസ്റ്റ്യൻ അങ്ങനെ ആയിട്ട് വരാം അല്ലേ. ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപം ഏതാണ്? കുറിച്യർ കലാപം. കുറിച്യർ കലാപമാണ് ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപം. ഓക്കെ, ക്ലിയർ ആയെന്ന് വയ്ക്കുന്നു. ഓക്കെ, കുറിച്യർ കലാപത്തിൻ്റെ മുദ്രാവാക്യം ഏതാണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഏതാ? വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക. ഏതാണ് കുറിച്യർ കലാപത്തിൻ്റെ മുദ്രാവാക്യം? ഏതാണ്? വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക. ശ്രദ്ധിക്കുക, വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക ഏതാണ്? കുറിച്യർ കലാപത്തിൻ്റെ മുദ്രാവാക്യമാണ് നമ്മൾ പറയുന്നത്. കുറിച്യർ കലാപത്തിൻ്റെ മുദ്രാവാക്യം ഏതാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അടുത്തത് കുറിച്യർ കലാപം അടിച്ചമർത്തിയത് വർഷവും ഡേറ്റാണ് കൊടുത്തിട്ടുള്ളത്. 1812 മെയ് 8. ശ്രദ്ധിക്കുക, 1812 മെയ് 8. ഇനി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യർ നേതാവ് ഏതാണെന്ന് ചോദിച്ചാൽ അത് തലയ്ക്കൽ ചന്തു ആണ് കേട്ടോ. അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യർ നേതാവ് തലയ്ക്കൽ ചന്തു. ഇനി കുറിച്യർ ലഹള നടന്ന ജില്ല ഏതാണ്? ജില്ല വയനാടാണ്. കുറിച്യർ ലഹള നടന്ന ജില്ല വരുന്നത് വയനാടാണ് കേട്ടോ. കുറിച്യർ ലഹള നടന്ന ജില്ല വരുന്നത് ഏതാണ്? വയനാടാണ്. കുറിച്യർ ലഹള നടന്ന ജില്ല വരുന്നത് വയനാടാണ്. അപ്പം ജില്ല ഏതാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ദക്ഷിണേന്ത്യയിൽ പൊട്ടിപ്പുറപ്പെട്ട ഏക ഗിരിവർഗ സമരവും ഏതാണെന്ന് ചോദിച്ചാലും ഇത് തന്നെയാണ് ഉത്തരം. നമ്മൾ ഓൾറെഡി ഈ ക്വസ്റ്റ്യൻ പറഞ്ഞതാണ്. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര വിഭാഗക്കാർ ഏതാണ്? നമ്മൾ റീസൺ പറഞ്ഞിരുന്നു അല്ലേ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം അതാരാണ്? കുറിച്യറും അതുപോലെ തന്നെ കുറുമ്പറും കേട്ടോ. ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര വിഭാഗക്കാർ ഏതാണെന്ന് ഒരു ക്വസ്റ്റ്യൻ. അതേപോലെ തന്നെ അപ്പം നമ്മൾ കുറുമ്പറെ പറ്റി പറഞ്ഞു അല്ലേ. കുറിച്യർ കലാപത്തിൽ കുറിച്യരെ കൂടാതെ പങ്കെടുത്ത ആദിവാസി വിഭാഗം ഏതാണ്? അതാണ് കുറുമ്പർ. കുറിച്യരെ കൂടാതെ വരുന്നതാണ് കുറുമ്പർ കേട്ടോ. അപ്പോൾ കുറിച്യരെ കൂടാതെ പങ്കെടുത്ത ആദിവാസി വിഭാഗം ഏതാണെന്ന് ക്വസ്റ്റ്യൻ കണ്ടാൽ ഉത്തരം എന്ത് വരണം? കുറുമ്പർ വേണം കേട്ടോ.
നോട്ട് ചെയ്യാം. പിന്നെ 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് കുറിച്യർ കലാപത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ആരാണ്? TH ബേബർ ആണ് കേട്ടോ. ആരാണ് അഭിപ്രായപ്പെട്ടത്? നോട്ട് ചെയ്ത് വെക്കുക. TH ബേബർ. TH ബേബർ ആണ് അഭിപ്രായപ്പെട്ടത് 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമെന്നായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് കുറിച്യർ കലാപത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറിച്യർ കലാപത്തെക്കുറിച്ച് മാക്സിമം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തത് ടോപ്പിക്കായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.